നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. നടപടിയില്ലെങ്കിൽ ആരോപണ വിധേയരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. പോലീസ് നടപടിയിൽ വെട്ടിലായെങ്കിലും പ്രതിരോധം തീർക്കാനാണ് CPMന്റെ ശ്രമം. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദം പൊളിഞ്ഞതോടുകൂടിയാണ് ലാത്തിചാർജിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കാനായി കോൺഗ്രസ് തീരുമാനിക്കുന്നത്. പോലീസ് നടപടിക്ക് നേതൃത്വം കൊടുത്ത പേരാമ്പ്ര DYSP ഉൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഉന്നയിച്ച് ജില്ലയിൽ പ്രതിഷേധ പരിപാടികൾ തുടരാനാണ് കോഴിക്കോട് DCCയുടെ തീരുമാനവും. നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടമായി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. പേരാമ്പ്രയിലെ കോൺഗ്രസ് പ്രതിഷേധ സംഗമത്തിനിടെ ഇന്നലെ പ്രവർത്തകർ പോലീസിനെ തടഞ്ഞിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് ഇന്ന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അതേസമയം പോലീസ് നടപടിയെ ന്യായീകരിച്ച് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് LDF. ചൊവ്വാഴ്ചയാകും രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുക. അന്നൊരു പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരു MPയെ അടിച്ച് പഞ്ഞിക്കിട്ടിട്ട് അല്ലെങ്കിൽ അടിച്ച് മൂക്കാമണ്ഡം തകർത്തിട്ടാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനായി ഇവർ തീരുമാനിക്കുന്നത്. എത്രത്തോളം ഉളുപ്പുണ്ട് എന്നുള്ളതാണ്, എത്രത്തോളം മനുഷ്യത്വമില്ലായ്മയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. MP എന്ന് പോട്ടെ, കോൺഗ്രസിന്റെ നേതാവ് എന്ന് പോട്ടെ, അതായത് ആ ഇരിക്കുന്ന പദവികളെല്ലാം പൊക്കോട്ടെ, ഒരു സാധാരണക്കാരനായ മനുഷ്യനെങ്കിൽ നിലയിലെങ്കിലും പോലീസ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കുന്നു. 10 ദിവസത്തോളം ഇപ്പോൾ ICUവിൽ കിടക്കണമെന്നാണ് പറയുന്നത്. ആ 10 ദിവസം ICUവിൽ കിടക്കുന്ന ഷാഫി പറമ്പിൽ MP എന്ന് പറയുന്ന അദ്ദേഹത്തെ അടിച്ചത് ശരിയാണെന്ന രീതിയിൽ ന്യായീകരണ വിശദീകരണ യോഗം നടക്കുമ്പോൾ കയ്യും കെട്ടി ഏതായാലും കോൺഗ്രസ് നേതാക്കൾ നോക്കി നിൽക്കുമെന്ന് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ ഒരു പക്ഷേ ഇറങ്ങി അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിന്റെ ഇരുവശത്തുമുള്ള അസ്ഥികൾക്ക് പൊട്ടലുണ്ടായതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഇടത് വലത് ഭാഗങ്ങളിലെ അസ്ഥികൾക്കാണ് CT സ്കാൻ റിപ്പോർട്ട് പ്രകാരം പൊട്ടലുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. നിലവിൽ അദ്ദേഹത്തെ ICUവിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയ പൂർത്തിയായെങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചത്. പേരാമ്പ്രയിലെ CKG ഗവൺമെന്റ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെയാണ് ഷാഫി പറമ്പിൽ MPക്ക് പരിക്ക് പറ്റിയത്. LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെയാണ് MPക്ക് പോലീസിന്റെ ലാത്തിയേറ്റ് പരിക്കേറ്റതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ തങ്ങൾ MPയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇതിനിടെ ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു. കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ ജലബീരങ്കി പ്രയോഗിച്ചു. കൊല്ലം ചടയമംഗലത്തും കോട്ടയം ചങ്ങനാശ്ശേരിയിലും പാലക്കാട്ടും റോഡ് ഉപരോധിച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. കാസർഗോഡ് നടന്ന മാർച്ചിൽ സംഘർഷം ഉണ്ടായി. പ്രിയങ്ക ഗാന്ധി ഷാഫിയെ വിളിച്ച് ആരോഗ്യ വിവരങ്ങൾ തിരക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ, KC വേണുഗോപാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MK രാഘവൻ തുടങ്ങിയ നിരവധി നേതാക്കൾ ഷാഫി പറമ്പിലെ സന്ദർശിച്ച പിന്തുണയറിയിച്ചു. VD സതീശൻ എന്തേ എത്തിയില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പേരാമ്പ്ര സംഘർഷം ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. ഉച്ചയോടെ പേരാമ്പ്രയിൽ UDF പ്രതിഷേധ സംഗമം നടക്കും. സംഭവത്തിൽ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ 700 UDF പ്രവർത്തകർക്കെതിരെയും 500 LDF പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അതിക്രമം കരുതിക്കൂട്ടിയതാണെന്നും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാനുള്ള നീക്കമാണ് ഇതെന്നുമാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. എന്നാൽ ഷാഫിയുടെ നാടകമാണെന്നും കോളേജ് യൂണിയൻ ആഘോഷ പ്രകടനത്തെ കലാപമാക്കി മാറ്റിയെന്നും DYFയെയും CPMനെയും ആരോപിച്ച വടകര MPയും കോൺഗ്രസ് രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ദൃശ്യങ്ങൾ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ലെന്ന കോഴിക്കോട് റൂറൽ SP യുടെ വാദങ്ങൾ തകർത്തെറിയുകയാണെന്ന കാര്യത്തിലും സംശയമില്ല.